ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സൊന്ന് വിളിച്ച കർത്താവ് വിളി കേൾക്കുന്നു. ഇത്രയും ചങ്ങാതിമാരുണ്ടായിട്ട് എന്റെ മോനെ രക്ഷിക്കുക ഒരു വരുത്തനാണല്ലോ വന്നത്. ഒരുമാതിരി ചൊറിയണ വർത്താനം പറയരുത് കേട്ടാ. ഞങ്ങ പുറംകടലിൽ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോഴിക്കാവറും കൂട്ടരും ജീവനോടെ പോവില്ലായിരുന്നു. ഒക്കത്തിനെ വെട്ടി നുറുക്കിയാനെ. ഉവ്വ ഒട്ടി നടക്കാനും ഓസിന് നടക്കാനും എല്ലാരും കാണും. ഉപ്പിനും മുളകനും കൊള്ളാത്ത നീയൊക്കെ എന്തിനാടാ ചങ്ങാതിമാരെന്നും പറഞ്ഞു നടക്കണത്? കൊറേ നേരം വയല തുടങ്ങിയിട്ട് അമ്മയൊന്നും നിർത്തണ്ട. എന്നേലും അവനെ നമ്മുടെ തനിച്ച് കിട്ടാണ്ടിരിക്കില്ല. കോയിക്കാതറിന് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് പകരം വീട്ടാനൊന്നും നിക്കണ്ട കേട്ടാ. നിന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞ ആളെ ഞാൻ ലാസറേറ്റിന്റെ വീട്ടിൽ വെച്ച് കണ്ടായിരുന്നു. പേര് വാപ്പൂട്ടിന്നാണ്. തെക്കങ്ങാണ്ടാണ് വീട്. ആളിത്തിരി മോശം സ്വഭാവക്കാരനാണെന്നാ തോന്നണം. അയാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നീ ചോദിച്ചാ? അതിന് ചോദിച്ചിട്ട് എന്തെങ്കിലും പറയണ്ടേ? ഒരു നല്ല വാക്ക് പോലും പറയാനൊത്തില്ലല്ല. ബോധവും പൊക്കടില്ലാണ്ട് കിടക്കുമ്പോ എങ്ങനെയാണ് നല്ല വാക്ക് പറയുന്നത്? അതിന് ഇനിയും സമയമുണ്ടല്ല. ലാസറിന്റെ വീട്ടിലാണ് അയാക്കടെ പൊറുതി. ഇനി ഇപ്പോഴൊന്നും പോകുകയല്ല. അമ്മ അതേതും പറഞ്ഞ് വായിലെ നാറ്റങ്ങളെ ഓടിയായിരുന്നു. എടാ ലോറൻസ്, നമ്മക്ക് പോവാ. വെളുപ്പിന് പോവാണ്ടതല്ലേ? ഇതെന്താണ് ഇവിടെ വന്ന് കിടക്കണത്? ഇക്കണ്ട നേരമായിട്ടും കാണാണ്ടായപ്പോ ഞാൻ വിചാരിച്ചു കേട്ടാ മിണ്ടാണ്ടങ്ങാട് പോയെന്ന്. അന്തിക്ക് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കടക്കാറ്റ് കൊള്ളണ്ട കേട്ടാ, നീരിറക്കം കൂടും. വാ, നേരി ചോറും വിളമ്പി വെച്ച് കാത്തിരിക്കണേന്ന്. വേണ്ട, എനിക്ക് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണിത്? അന്തിപ്പട്ടിണി കിടക്കാൻ പറ്റൂല എന്ന്. വാ, ഇതെന്താണ് ഇങ്ങനെ? ദേ ഒരു ഗ്ലാസ് വിടണ. കുണ്ട് കൊട്ടുവടി ഈ വേദനയും വല്ലായ്മ ഒക്കെ പമ്പ കിടക്കും കേട്ടാ. ഞാൻ കഴിക്കില്ല. നിങ്ങൾക്ക് കള്ള് ഹറാമാണല്ല. എന്നാലേ ഈ കടാപ്പുറത്തുള്ളവർ മുഴുവൻ കുടിക്കും കേട്ടാ. ഞാൻ ആരോടും പറയുകയില്ല. വേണ്ട. ഒന്ന് വേഗം വിളമ്പടി, ഇവിടെ വിശന്ന് കണ്ണും തള്ളിരിക്കണേന്ന്. തിരിങ്ങാടും താടി. ഇതാണ് മേരിയുടെ ചെമ്മീൻ മുളക് ഇട്ടത് സ്പെഷ്യലി. എങ്ങനെയുണ്ട്? അല്ല, നമ്മക്ക് വീട്ടിലാരൊക്കെയുണ്ട്? ആരുമില്ല. ഉമ്മയും ബാപ്പയും കൂടെ പുറപ്പെടും. ആരുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്ത് പറ്റി? ഒന്നും തിന്നാണ്ടാണല്ലോ എഴുന്നേറ്റ് പോയത്. നീ വീട്ടുകാരെ പറ്റി ചോദിച്ചിട്ടാകും. ബാപ്പുട്ടിക്കാക്ക് നല്ല ക്ഷീണം കാണുമല്ലേ? നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക്. എടി മേരിയെ, ആ ചായപ്പില് പായിട്ട് കൊടുത്തേടി. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. അത് വേണ്ട. ആ കോയിക്കാതൊരു മൂർഖനാണ്, എന്തും ചെയ്യാൻ മടിക്കൂല കേട്ടാ. അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമല്ലോ ലാസറേട്ടാ. ഞാൻ എന്റെ ഇവിടെ കിടന്നോളാം. ഉമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എടി മേരിയെ, പായ പുറത്തിട്ടാ മതി എടിയേ. പുറത്ത് നല്ല തണുപ്പാണ്, ഉറക്കം കിട്ടൂല കേട്ടാ. അകത്ത് കിടന്നാ മതിയായിരുന്നു. ഇതിനിടെ ഇപ്പൊ പിന്നെയും കയറ്റിയാ? നന്നായിട്ട് കിടന്നുറങ്ങാനാടി. എന്നാ പിന്നെ എനിക്കൂടെ കുറച്ച് ഉറക്കം മരുന്ന് വാങ്ങിത്താ. ഒന്നും ഓർക്കാണ്ട് കിടന്ന് നേരം വെളുപ്പിക്കാലോ. കല്യാണം കഴിഞ്ഞ് 4-5 കൊല്ലം വെളിപോടെ കിടന്നതാണല്ല, എന്നിട്ടിപ്പ എന്തായി? ഒരു കുഞ്ഞിക്കാല് നീ എനിക്ക് തന്നാടി. അതെന്റെ കുഴപ്പമാണ്. പിന്നല്ലാണ്ട് നിന്റെ ഹാർമോണിയപ്പെട്ടിയുടെ കുഴപ്പമാണെന്നാണ് ആ കട്ടർ പറഞ്ഞത്. ദേ, എരണം കെട്ട വർത്താനം പറയരുത് കേട്ടാ. അങ്ങപ്പുറത്തൊരാള് കിടപ്പുണ്ട്. എന്നാ പിന്നെ എന്റെ വായിന്നുള്ള സുനാപ്പിക്കേഷൻ ഒന്നും കേൾക്കാൻ നിൽക്കാണ്ട് കാക്കൂട്ടിന് കയ്യും പറ്റിയാണ് തുറക്കാൻ നോക്കണേ. മടകിണ്ടി ആരടി? കുഞ്ഞാലി മരിക്കാരാണെന്നാ ഭാവം. ഒരു വെള്ളയ്ക്ക വന്ന് വീണപ്പോഴേക്കും പേടിച്ച് വരച്ചല്ലോ.
ദേ വാപ്പുട്ടിക്ക ആ ഞങ്ങൾ നിങ്ങളെ തിരക്ക് ലാസ്റ്റേട്ടന്റെ കൂടി പോയിരുന്നു. അപ്പോഴാണ് വെളുപ്പാങ്കാലത്ത് അവിടെ നിന്ന് ഇറങ്ങിയെന്നറിഞ്ഞത്. ഞങ്ങളെ മനസ്സിലായ മാർക്കോസിന് നിങ്ങളെ കണ്ട് നന്ദി പറയണമെന്ന് 2 ദിവസമായിട്ട് ഒറ്റ വാശി. ഇപ്പൊ എങ്ങനെയുണ്ട്? കോയിക്കാതറിന്റെ ഇരുമ്പലൊക്കെ പോലുള്ള കൈ കൊണ്ടാണല്ല കിട്ടിയത്. അതിന്റെ തണ്ടന്മാരും വിളി സമയെടുക്കേ. ബാപ്പുട്ടിക്കാനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ലാസറേട്ടൻ പറഞ്ഞറിഞ്ഞു. ഇനി ഈ കടാപ്പുറത്ത് തന്നെ കൂടാനാണ് പരിപാടി. അല്ല, എനിക്ക് പോണം. എങ്ങാട്? അതറിയില്ല. അതെന്താണപ്പോ ഒരു ലക്കില്ല കാനില്ലാത്ത പോക്ക്? എന്നാ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ തന്നെ കൂടല്ല. പറഞ്ഞത് നേരാണ് കേട്ടാ. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയാല് ഒരു തൊഴിൽ ഞങ്ങൾ പഠിപ്പിച്ച, പിന്നെ ഒരു മൊഞ്ചത്തീനയും കെട്ടി ഒരു കുടിയും വെച്ച് ഇവിടെ തന്നെ കൂടാല്ല. നിങ്ങളൊന്ന് പണിക്ക് പോയില്ലേ? പോയിട്ടെന്തിനാണ്? ആ കോയിക്കാതറിന്റെ പണിക്കൂറ്റം തീർത്തേ പിന്നെ ബോട്ടുകാർക്ക് ഞങ്ങളോട് വിളി വാശി കൂടുതലാണേ. അവരെ നേരിടാൻ നിങ്ങൾക്ക് പേടിയാണോ? ഇപ്പൊ തോക്കും പൊട്ടാസും ഒക്കെ ആയിട്ടാണ് പുറംകടലിൽ വെച്ച് അവര് ഞങ്ങളെ മാട്ടണത്. നിങ്ങൾ ധൈര്യമായിട്ട് വള്ളവർക്ക്, ഞാനും കൂടെ വരാം. എത്ര നേരമായി ഞാൻ ഈ വെയിലും കൊണ്ട് നിക്കണേന്നറിയാവാ? അതിന് വെയിലത്ത് നിൽക്കണതിനകത്തിനാണ്. നട്ടുച്ചയായിട്ട് നിന്റെ തണുപ്പ് മാറിയിടേ കൊച്ചുരേശ പുണ്യാളത്തി. ഞാൻ മാറി തരണ. കാര്യം പറയാൻ നേരത്ത് കളിതമാശയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഞാൻ പോണേന്ന് കേട്ടാ. പോകാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? വേറെ ആരെങ്കിലും കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടാ? ആ അതുകൊണ്ടാണ് വന്നത്. ഏതെമ്പോക്കിയാണടി അവൻ? എംബോക്കിയൊന്നുമല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പറവൂരിന്ന് ചേട്ടൻ കൊണ്ടുവന്ന ആലോചനയാണ്. കടാപ്പുറത്തുള്ള ഒരുത്തനും എന്നെയും സാറാനെയും കെട്ടിക്കൂലെന്നാണ് ചേട്ടൻ പറയണത്. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ലോറൻസ് ചേട്ടൻ ചേട്ടനോട് കാര്യങ്ങൾ പറയണം കേട്ടാ. അതെന്ത് കോപ്പിലെ പണിയാണ്? എന്റെ പെങ്ങളെ അവന് പ്രേമിക്കാമെങ്കിൽ അവന്റെ പെങ്ങളെ എനിക്കും പ്രേമിക്കാം. നടക്കുന്ന കാര്യം വല്ലോണ്ടേലും പറയണ്ട ലോറൻസ് ചേട്ടാ. നീ പേടിക്കാണ്ടി റെഡി. മാർക്കോസ് കൊണ്ടുവരുന്ന കാര്യം ഞാൻ മുടക്കും. ചെക്കന്റെ വീട്ടുകാരോട് ഉമ്മാമ്മി സ്നേഹമാണെന്ന് ഞാനങ്ങ് പറയും. അവിടെയും രക്ഷ കിട്ടിയില്ലെങ്കിലേ നിനക്ക് വയറ്റിലുണ്ടെന്നങ്ങാട് കാച്ചും. ദേ വേണ്ടായിനൊന്നും പറയണ്ട കേട്ടാ. അല്ലാണ്ട് പിന്നെ കാര്യം നടക്കുവാ. ഈ കടപ്പുറം പെരുത്ത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാര് ഇനി ഇവിടം വിട്ടെങ്ങും പോണില്ലാന്ന് കേട്ട് നേരാണ്. വല്ലാണ്ട് വേദനിക്കുന്നു. നീ ഏതാടി? വെള്ളച്ചിരിച്ചിട്ട് കൂടുന്നുണ്ട്. എന്താടി നിന്റെ പേര്? പേര് ബാപ്പുട്ടി.